ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നൊവേനയുടെ 3-ാം ദിനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈശോയുടെ വലിയ കരുണയും സ്നേഹവുമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം എന്ന് നമുക്കറിയാം. പിള്ളേരുടെ ടീനേജ് റിട്രീറ്റിൻ്റെ 1-ാം ദിവസം ഫിനിഷ് ആകുമ്പോൾ 90 മക്കളാണുള്ളത്. ഈശോ ഓരോ വിധത്തിലാണ് ഓരോ മക്കളെ തൊടുന്നതും അനുഗ്രഹിക്കുന്നതും. അനേക പ്രാർത്ഥനയുടെ ബലമായി ഈശോ ഓരോ മക്കളെയും എൻ്റെ വിധത്തിൽ സഹായിക്കുന്നു, അനുഗ്രഹിക്കുന്നു എന്ന് കാണാനായിട്ട് പറ്റുന്നു. ഇവിടെ പ്രാർത്ഥനയ്ക്ക് നന്ദി. നാളെ ധ്യാനത്തിൻ്റെ 2-ാം ദിവസമാണ്. നിങ്ങൾ പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും അക്കാല പ്രവൃത്തിയാലും എന്ത് ചെയ്യുന്നത് അതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവേൻ. ഈ മക്കളിലെല്ലാം ഈശോ നിറയണമെന്ന് ഉള്ളിലേക്ക് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളിലെല്ലാം ഈശോ നിറയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഈശോ എല്ലാവരിലും നിറയട്ടെ. അതായത് ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഒബാദിയുടെ പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യാക്കോബിൻ്റെ ഭവനം അഗ്നിയും ജോസഫിൻ്റെ ഭവനം തീജ്വാലയുമായിരിക്കും. ഏസാവിൻ്റെ ഭവനം വൈക്കോലും, അവർ അവരെ കത്തിച്ച് ദഹിപ്പിച്ച് കളയും. കർത്താവിൻ്റെ വചനം പറയാണ്, യാക്കോബിൻ്റെ ഭവനം അഗ്നിയും ജോസഫിൻ്റെ ഭവനം തീജ്വാലയുമായിരിക്കും. നമ്മളുടെയൊക്കെ ജീവിതം വലിയ പരിശുദ്ധാത്മത്രയവിൽ ദൈവസ്നേഹത്തിൽ കത്തിജ്വലിക്കുന്ന മക്കളായിട്ട് ഈ യുവജനങ്ങളും ഈ ടീനേജും മക്കളും ഒക്കെ മാറണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ. അപ്പം പ്രാർത്ഥനയോടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുകയാണ്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ശരിക്കും എൻ്റെ മനസ്സിലെപ്പോഴും ശുശ്രൂഷയെക്കുറിച്ചും ഒക്കെ കടന്നു വരുമ്പോൾ നമുക്ക് ആർക്കും ഒന്നും മഹത്വം പ്രാപിക്കാൻ അല്ലെങ്കിൽ അവകാശപ്പെടാനില്ല. അതെല്ലാം ദൈവത്തിൻ്റെ അനന്ത കരുണയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് 10 നാണയങ്ങളുടെ ഉപമയെക്കുറിച്ച്. അവർ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉപമ അവരോട് പറഞ്ഞു. അവൻ ജെറുസലേമിന് സമീപത്താണ് ദൈവരാജ്യം മുഴുവൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു. അവൻ പറഞ്ഞു, ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി. അവൻ ഭൃത്യന്മാരെ വിളിച്ച് 10, 5, 1 എന്ന് ഓരോരുത്തർക്കും കൊടുത്തു. കാരണം അവൻ എല്ലാവർക്കും കൊടുത്തത് വ്യാപാരം ചെയ്യാനുള്ള നാണയം തന്നെയാണ്. അതിന് എണ്ണത്തിനെ വ്യത്യാസമുള്ളൂ. പക്ഷെ നാണയം തന്നെ എണ്ണ. ഒരാൾക്ക് കല്ലല്ല കൊടുത്തത്, ഒരാൾക്ക് മാവല്ല കൊടുത്തത്, ഒരാൾക്ക് സ്റ്റോണല്ല കൊടുത്തത്, എല്ലാവർക്കും കൊടുത്തത് നാണയമാണ്. സോ ഒരേ മൂല്യമുള്ളതാണ് കൊടുത്തത്. ആ മൂല്യങ്ങളുടെ എണ്ണത്തിലാണ് ഇച്ചിരി വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോ മൂല്യമുള്ളത് തരും നമുക്ക്. ഈ മൂല്യമുള്ളത് എനിക്ക് ഈശോ തന്നിട്ട് എനിക്ക് എന്തുമാത്രം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റി എന്നുള്ളത് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അങ്ങനെ ചിന്തിക്കാതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ എനിക്ക് ഈശോ തന്ന എൻ്റെ കയ്യിൽ മൂല്യമുള്ള ചില നാണയങ്ങൾ തന്നിട്ട് അതുകൊണ്ട് ഞാനൊന്നും ചെലവഴിക്കാതിരുന്ന് കുഴിച്ചു മുടവുകയും ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈശോയുടെ പ്രീതിക്ക് പാത്രമാകാൻ പറ്റില്ല. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രീതി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട്. യുവജനങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും ഒക്കെ ദൈവപ്രീതി നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ട്. നമുക്കൊക്കെ പ്രാർത്ഥിക്കാം, ഈശോയെ നീ എനിക്ക് തന്ന ഒരു ചെറിയ നാണയമാണെങ്കിലും അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് നിൻ്റെ പ്രീതിക്ക് പാത്രമാകാൻ ഒരു കൃപ എനിക്ക് തരണം. എൻ്റെ ഈശോ എനിക്ക് തരുന്നതെല്ലാം ഏറെ വിലപ്പെട്ടതാണ്, അമൂല്യമാണ്. അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതും. ഇപ്പം നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അനന്ത സ്നേഹം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഈ നൊവേനയുടെ ആരംഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നൊവേനയുടെ ആരംഭത്തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കരുണയായിരിക്കണമേ. അനന്ത നന്മ സ്വരൂപിയായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ ഏകപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് പാപാന്തകാത്തിൽ നിബന്ധിച്ച മനുഷ്യരാശിയെ രക്ഷിക്കാൻ തിരുമനസ്സായതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷയും ആശ്രയവുമായ ഈശോയെ, പാപികളായ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് കാത്തുരക്ഷിക്കണമേ. അങ്ങേ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ഈശോയുടെ തിരുഹൃദയ ഭക്തരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് കൈക്കൊള്ളണമേ. പ്രത്യേകമായി നൊവേനയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മ നിറവിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഈശോ നിറയാനായിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. സാധിച്ചു തന്ന് ഞങ്ങൾക്ക് സഹായവും സമാധാനവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ഈ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ഹൃദയമേ, അങ്ങയുടെ വലിയ നന്മകൾ ഞങ്ങൾക്ക് നൽകണമേ. നമുക്കറിയാം, നമ്മൾ ഈ നൊവേന 2 ദിവസമായിട്ട് ചൊല്ലുകയാണ്. അപ്പം നിങ്ങൾക്കെല്ലാം അറിയാം, ഈ നൊവേനയിൽ
ഈശോയുടെ തിരുഹൃദയം നൽകുന്ന 12 വാഗ്ദാനങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടാണ് ദൈവകൃപ ചോദിക്കുന്നത്. എൻ്റെ ദിവ്യഹൃദയ ഭക്തരുടെ ജീവിതാന്തസ്സിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പ്രദാനം ചെയ്യും എന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം നൽകുമെന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ സങ്കടങ്ങളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കും എന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതകാലത്തും പ്രത്യേകിച്ച് അവരുടെ മരണസമയത്തും ഞാൻ അവർക്ക് ഉറപ്പുള്ള സങ്കേതമായിരിക്കും എന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ പ്രയത്നങ്ങളിലും ഞാൻ അനവധി ആശീർവാദങ്ങൾ നൽകും എന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപികൾ എൻ്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത ഉറവയും സമുദ്രവും കണ്ടെത്തുമെന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മന്ദതയുള്ള ആത്മാക്കൾ അതിവേഗം പരിപൂർണതയുടെ പദവിയിൽ പ്രവേശിക്കുമെന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തീഷ്ണതയുള്ള ആത്മാക്കൾ അതിവേഗം പരിപൂർണ പദവിയിൽ പ്രവേശിക്കുമെന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ തിരുഹൃദയ രൂപം പ്രതിഷ്ഠിച്ചു വണങ്ങുന്ന ഭവനങ്ങൾ എൻ്റെ ആശീർവാദം ഉണ്ടാകുമെന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കഠിന ഹൃദയരായ പാപികളെ മനസ്സ് തിരിക്കുന്നതിനുള്ള വരം വൈദികർക്ക് ഞാൻ നൽകും എന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുമെന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. 9 ആദ്യ വെള്ളിയാഴ്ച തുടർച്ചയായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിൻ്റെ വരം നൽകുമെന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാം. വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്നും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും എന്ന് അരുളി ചെയ്ത ഈശോനാഥ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ഈശോയുടെ ദിവ്യഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ ദിവ്യഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാലിത്തൊഴുത്തിൽ പിറന്ന് 33 സംവത്സരം ഇഹലോകത്തിൽ ജീവിച്ച് കാൽവരിയിൽ കുരിശിൽ മരിച്ച് 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളെ രക്ഷിച്ച ഈശോനാഥ, ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ദിവ്യഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന്, മേലിൽ പാപത്തിൽ വീഴാതെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ദിവ്യഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രകൃതിക്ഷോഭം, തീരാരോഗങ്ങൾ, അപകടങ്ങൾ, ദാരിദ്ര്യം ഇവയിൽ നിന്ന് മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ദിവ്യഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല കാലാവസ്ഥയും സമൃദ്ധമായ വിളവുകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ദിവ്യഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മനുഷ്യരും സഹോദര സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും സാധുജന അനുകമ്പയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ദിവ്യഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾ സ്നേഹത്തിലും അനുസരണയിലും ദൈവഭക്തിയിലും അധികാരാദരവിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ദിവ്യഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ വിദ്യാർത്ഥിനികളും പഠനത്തിൽ സമർത്ഥരും സഹപാഠികളോട് സ്നേഹമുള്ളവരും അധ്യാപകരോട് ആദരവുള്ളവരുമായി വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ദിവ്യഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ നൊവേനയിൽ സംബന്ധിച്ച് ഞങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ദിവ്യഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, കാകത്താമലയിൽ 2 കള്ളന്മാരുടെ നടുവിൽ കുരിശിൽ തൂങ്ങിക്കിടന്ന് അങ്ങേ തിരുഹൃദയം കൊന്നതാൽ കുത്തി തുറക്കപ്പെട്ട അവസാനത്തുള്ള രക്തം വരെ ചെന്നി മനുഷ്യകുലത്തെ രക്ഷിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളുടെ കാഠിന്യത്താൽ അങ്ങ് ഇത്ര കഠോരമായ പീഡകൾ സഹിച്ചതെന്നോർത്ത് ഞങ്ങൾ പൊറുതി അപേക്ഷിക്കുന്നു. കരുണാബാലിതയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ ദൈവമേ, അങ്ങേ സന്നിധിയിൽ കേണപേക്ഷിക്കുന്ന ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും സ്വർഗഭാഗ്യത്തിന് അർഹരാക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്നേഹം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ തിരുമുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ആരാധിക്കുന്നു. അങ്ങേ ദിവ്യഹൃദയത്തിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, പാപത്താൽ വിരൂപമായിരിക്കുന്നതും കോപാഗ്നിയാൽ ജ്വലിക്കുന്നതുമായ എൻ്റെ ഹൃദയത്തെ അങ്ങ് കടാക്ഷിക്കണമേ. എൻ്റെ നല്ല ഈശോയെ, എൻ്റെ എല്ലാ ദുർഗുണങ്ങളും നീങ്ങുന്നതിനും അങ്ങേ സ്നേഹശീലവും ക്ഷമയും കണ്ടുപഠിക്കുന്നതിനും വേണ്ടി അനുഗ്രഹം നൽകണമേ. അങ്ങേ മഹത്വത്തിനും ശക്തിക്കും യോജിച്ച വിധം അങ്ങയെ സ്നേഹിക്കത്തക്ക ഒരു ഹൃദയം എനിക്ക് നൽകണമേ. കർത്താവെ, അങ്ങേ അനന്ത കൃപയാൽ എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. ആരാധനയ്ക്ക് പാത്രമായി ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങ് എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വ്യക്തമായി അറിയുന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും കനിഞ്ഞ് അനുഗ്രഹിക്കണം. ഈ നൊവേനയിൽ ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ആവശ്യം ഈശോയെ
നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വയ്ക്കാം. അങ്ങേ കൃപാ കടാക്ഷത്താൽ സാധിച്ചു തന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ വിനയ പുരസ്കാരം അപേക്ഷിക്കുന്നു. ആമേൻ. ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ നമ്മൾ സമർപ്പിക്കുകയാണ്. ഈശോ ഇല്ലാതൊരു ജീവിതം നമുക്കില്ല. ഈശോ ഇല്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല. കർത്താവെ, എല്ലാ വേദനകളും ഭാരങ്ങളും സമർപ്പിക്കുന്നു. ഈശോ ഇപ്പോൾ ഈ കൂട്ടായ്മയിലേക്ക് വന്നിരിക്കും തോമസ് ജാസ്, ജിൻറ്റുമോൾ, ഷൈനി ജിജോ, ടോം ജാസ്, തങ്കച്ചൻ, ഈശോയെ ഷാജി ഫ്രാൻസിസ്, ഈശോയെ സമർപ്പിക്കുന്നു. ഈശോയെ ഓരോ മക്കളുടെയും ജീവിതങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണം. ഈശോയെ മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെ അനുഗ്രഹിക്കണം. ഈശോയെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, ഭവനമില്ലാത്ത മക്കൾ, ഈശോയെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്നവർ, ഈശോയെ ഡോണ അനൂപിനെ സമർപ്പിക്കുന്നു. ഈശോയെ ഷൈനി ജേക്കബിനെ സമർപ്പിക്കുന്നു. ഷിനി ജിജോയെ സമർപ്പിക്കുന്നു. ലീന ജൂഡ്സനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്നേഹ രാജേഷിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുജാ ചെറിയാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ജെസ്സി ജോസഫിനെ സമർപ്പിക്കുന്നു. കർത്താവെ, ജോമോൻ ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ മെറീന ടോണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ മേരീസ് രാജുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കെ എൻ ഗോപാലനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണേ. ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബെർക്കുമാൻസ് ജോണിനെ സമർപ്പിക്കുന്നു. കർത്താവെ, ഈശോയെ ബിനുവിനെ, ഷാർലറ്റിനെ, ഡാനിയലിനെ സമർപ്പിക്കുന്നു. കർത്താവെ, ലിജോ കാവിലിനെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്തുകൊള്ളുക. മറ്റുള്ളവർ കൂടി വേനയിൽ പങ്കെടുത്തുകൊള്ളട്ടെ. നിങ്ങളുടെ ഒരു ഷെയറിങ് മറ്റുള്ളവർക്ക് അതിനൊരു കാരണമാകുന്നുവെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈശോയുടെ തിരുഹൃദയ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ബിൻസി സ്റ്റാലിനെ, ടിജി ജെയിംസിനെ, ബീന സക്രിയായെ, ജൂണി ജോർജിനെ, ഈശോയെ മുരളി സിയാറിന് നിയോഗങ്ങളെ, മേരീസ് രാജുവിനെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനന്ത നന്മ സ്വരൂപിയായ സർവേശ്വര, കർത്താവെ, നിസ്സാരരും പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായി അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങയുടെ പ്രിയ സുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അർപ്പണഭക്തിയോട് സത്യയോടും കൂടി ചെയ്യുന്ന കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. മിശിഹായുടെ ദിവ്യാത്മാവെ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ പീഡാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോയെ, എൻ്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചു കൊള്ളണമേ. അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുത്. ദുഷ്ടശത്രുവിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധരോട് നിത്യമായി അങ്ങേ സ്തുതിച്ചു കൊണ്ടാടുന്നതിന് അങ്ങേ അടുക്കള വരുവാൻ എന്നോട് നീ കൽപ്പിക്കണമേ. ഹൃദയശാന്തത എളിമയുള്ള ഈശോയെ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിനൊത്തതാക്കി അരുളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മനുഷ്യ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നുവെന്നാണ് ഈശോ മാർഗരീത്ത മറിയത്തോട് വിളിച്ചു പറഞ്ഞത്. ഈശോയുടെ ഹൃദയം എടുത്ത് കാണിച്ചിട്ട് പറയുകയാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഹൃദയത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ദൈവജനം ഉണർന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ. 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 പരിശുദ്ധ മറിയത്തിൻ്റെ കരയില്ലാത്ത വിമല ഹൃദയമേ, ഞങ്ങളുടെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിനൊത്തതാക്കി അരുളണമേ. ഈശോ പറയുകയാണ്, ജനക്കൂട്ടം ഈശോയുടെ അടുക്കിലേക്ക് വന്നപ്പോൾ ഈശോ പറഞ്ഞു, എനിക്ക് ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നുന്നത് ഈശോ പറയുകയാണ്. ഈ മനുഷ്യരോടുള്ള അനന്തമായ ദയയും കാരുണ്യം ഈശോയുടെ തിരുഹൃദയത്തിലുണ്ട്. അപ്പം നമുക്കും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അനുകമ്പയുള്ളവരായിട്ട് മാറാനുള്ള കൃപ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹൃദയശാന്തത എളിമയുള്ള ഈശോയെ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിനൊത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ. 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 ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ.
ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ. പരിശുദ്ധ മറിയത്തിൻ്റെ കറയില്ലാത്ത വിമല ഹൃദയമേ ഞങ്ങളുടെ രക്ഷയായിരിക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുളി ചെയ്ത ഈശോയെ, അങ്ങയുടെ ദിവ്യഹൃദയത്തിൽ ആശ്വാസം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും വലിയ ആശ്വാസമായി മാറണേ. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, സങ്കടങ്ങളിലൂടെ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന എല്ലാ ജീവിതങ്ങളെയും ഈശോയെ അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ. 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 പരിശുദ്ധ മറിയത്തിൻ്റെ കറയില്ലാത്ത വിമല ഹൃദയമേ ഞങ്ങളുടെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തി എളിമയുള്ള ഈശോയെ ഞങ്ങളുടെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒച്ചതാക്കി അല്ലണമേ. ഞാൻ വന്നിരിക്കുന്ന നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് എന്നരുളി ചെയ്ത ഈശോയുടെ തിരുഹൃദയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് ഒരുപാട് കുറവുകളും പാപങ്ങളും പോരായ്മകളും ഉള്ളവരാണ് ഈശോയെ. വലിയ കരുണ ഞങ്ങളോട് കാണിക്കണേ. ഞങ്ങൾക്കെല്ലാം യഥാർത്ഥ മാനസാന്തരം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ. 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 പരിശുദ്ധ മറിയത്തിൻ്റെ കറയില്ലാത്ത വിമല ഹൃദയമേ ഞങ്ങളുടെ രക്ഷയായിരിക്കണമേ. 5-ാം ദിവ്യ രഹസ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, പിതാവേ എന്നിവർ അറിയുന്നവരോട് ക്ഷമിക്കണമേ. ഈശോ എല്ലാവരോടും ക്ഷമിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒത്തിരി മുറിവുകൾ, ഭാരങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈശോയെ അവരോടെല്ലാം ക്ഷമിക്കാനുള്ള വലിയ കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ. 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 പരിശുദ്ധ മറിയത്തിൻ്റെ കറയില്ലാത്ത വിമല ഹൃദയമേ ഞങ്ങളുടെ രക്ഷയായിരിക്കണമേ. നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിനുള്ളിലേക്ക് വയ്ക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളെ കാണുന്ന നമ്മുടെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ വേദനകളും ഭാരങ്ങളും പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം സമർപ്പിക്കാം. തിരുഹൃദയം നമ്മളെ കനിയും, നമ്മളവിടെ കരുണ കാണിക്കും, നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. ആ ദിവ്യ ഹൃദയത്തിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്കൊക്കെ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങളൊന്ന് ഷെയർ ചെയ്തുകൊള്ളുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവുണ്ടായിരിക്കണമേ. അമലോത്ഭവം മറിയത്തിൻ്റെ കറയില്ലാത്ത വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിൻ്റെ നാഥയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ തിരുഹൃദയം എല്ലാവരും അറിയപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും ആരാധിക്കപ്പെടുവാനും കൃപ ചെയ്യണമേ. മരണവേദന അനുഭവിച്ച് ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേ കൃപയായിരിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിൻ്റെ തിരുക്കുമാരനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കന്യകാമറിയത്തിന് ഉദരത്തിൽ പരിശുദ്ധാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവവചനത്തോട് കാതറായത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യുന്നതൻ്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവഭവനവും മോശവാതിലുമായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ജ്വലിച്ചെറിയുന്ന സ്നേഹാഗ്നി ചൂളയായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതിയുടെ സ്നേഹത്തിന് നിധിയായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്വത്തിന് പൂർണ്ണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിന് പ്രസാദിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്ഷമയും അധിക ദയുള്ളതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ കൃപയെ അപേക്ഷിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്ദകളാൽ പൂരിതമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണത്തോളം കീഴ്വഴങ്ങി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല ആശ്വാസങ്ങളുടെ ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സമാധാനവും അനുരഞ്ജനവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ സർവശക്തനുമായ സർവേശ്വര അങ്ങേ ദിവ്യപുത്രന്റെ തിരുഹൃദയത്തെയും അങ്ങേ പാപികൾക്കായി അവിടുന്ന് ചെയ്ത തിരുരക്തത്തെയും തൃക്കൺ വാർത്ത അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. അങ്ങേക്ക് അവിടുന്ന് സമർപ്പിച്ച സ്തുതികളോടും പരിഹാര പ്രവൃത്തികളോടും ചേർത്ത് ഞങ്ങളുടെ ഈ ജപമാലയും അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കുകയും ചെയ്യണം. ഈ അപേക്ഷകളൊക്കെയും അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. കർത്താവെ അങ്ങയുടെ വലിയ കരുണയിലേക്ക് എല്ലാ മക്കളെ, എല്ലാ കുടുംബങ്ങളെയും, എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുക. ഇന്നോളം അവിടുന്ന് ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും ഈശോ ഇന്ന് ഈ ലൈവിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളിലും ഈശോയുടെ വലിയ കരുണ ഒഴുകി വരട്ടെ. ഈശോയുടെ വലിയ കരുതൽ ഒഴുകി വരട്ടെ. ഈശോയുടെ വലിയ സാന്നിധ്യം ഒഴുകി വരട്ടെ. ഈശോയുടെ തിരുരക്തത്തിന്റെ വലിയ കരുതലും സ്നേഹമൊക്കെ ഉണ്ടാവട്ടെ. ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണേ. ഈശോയെ റോണിയെ, സൗമ്യയെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണേ. ഈശോയെ നന്ദി. ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാം കുടുംബങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണം. ഞങ്ങളുടെ മക്കളെ, കുഞ്ഞുങ്ങളെ, ജോലിയില്ലാത്ത വിസ തടസ്സം, വിവാഹ തടസ്സമായിട്ടുള്ള മക്കള് ഈശോയെ എല്ലാവരും അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണ കാണിക്കണേ. ഈശോയെ മക്കളോടെല്ലാം കരുണ കാണിക്കണേ. ഈശോയെ ദയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മളെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ കൂടെയാകണേ. ഈശോയെ കൂടെയാകണേ. ഈശോയെ കൂടെയാകണേ. ഈശോയെ 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 ആരാധന ആരാധന. ഈശോയെ നിന്റെ വലിയ സ്നേഹം കൊണ്ട് പൊതിയണേ കർത്താവ് എല്ലാ മക്കളെയും. രക്തത്താൽ കഴുകണമേ ഈശോ, ദുരിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. രക്തത്താൽ കഴുകണമേ ഈശോ, ദുരിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. ആത്മാവാൽ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. രക്തത്താൽ കഴുകണമേ ഈശോ, നിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. ഈശോയെ എല്ലാ മക്കളെ ഏറ്റെടുക്കണേ. ഈശോയെ എല്ലാ മക്കളെ ഏറ്റെടുക്കണേ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു.
കർത്താവെ കരുണയായിരിക്കണേ ഈശോയെ, കരുണ കാണിക്കണേ കർത്താവെ. നിന്റെ മക്കളോട് വലിയ ദയ കാണിക്കണേ ഈശോയെ. ആരാധന ഈശോയെ, ആരാധന. വിവാഹം നടക്കാത്ത മക്കളെ, കുടുംബജീവിതം തകർന്നു പോയവർ, ജീവിത പങ്കാളി മാറി താമസിക്കുന്നവരെല്ലാം നിനക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. യേശുവേ കരുണ കാണിക്കണേ ഈശോയെ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദാനങ്ങൾ നൽകണമേ ഈശോ, വഴിക്കെന്നെ നയിക്കണമേ ഈശോ. ദാനങ്ങൾ നൽകണമേ ഈശോ, എല്ലാ വഴിക്കെന്നെ നയിക്കണമേ ഈശോ. തിരുരക്തത്താ കഴുകണമേ ഈശോ, തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. ഈശോയെ എല്ലാ മക്കളെയും, ധ്യാന ശുശ്രൂഷകളെ കർത്താവെ, എല്ലാ ധ്യാനങ്ങളെയും അവിടെ ഏറ്റെടുക്കണേ ഈശോയെ. ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുടുംബജീവിതത്തെ സമർപ്പിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കുന്നു, മക്കളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു ഈശോ. എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് ഈശോയുടെ കൃപ നിറയട്ടെ. തിരുഹൃദയത്തിന്റെ വലിയ സ്നേഹം ഒഴുകി ഒഴുകി എത്തട്ടെ ഈശോയെ. നന്ദി പറയുന്നു ഈശോയെ, ആരാധിക്കുന്നു എൻ്റെ ഈശോയെ. ഈശോയെ ആരാധിക്കുവാൻ ഈശോ, ഏകണമേ ഈശോ, സ്തുതിച്ചിടുവാൻ രമേകണമേ ഈശോ, അങ്ങേ വണങ്ങിടുവാൻ ഏകണമേ ഈശോ. രക്തത്താൽ കഴുകണമേ ഈശോ, തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. ഈശോയെ എല്ലാ കുടുംബങ്ങളെയും, എല്ലാ മക്കളെയും, ഈശോയെ രുചു മേരിയെ, സ്നേഹയെ കർത്താവെ, ഓരോ മക്കളെയും വേദനകളെയും ഭാരങ്ങളെയും എല്ലാം നിനക്ക് സമർപ്പിക്കുക. അനുഗ്രഹമെന്നിൽ നൽകണമേ ഈശോ, ഏകണമേ ഈശോ, ണമേ ഈശോ, ഘോഷിക്കാൻ ഏകണമേ ഈശോ. തിരുരക്തത്താൽ കഴുകണമേ ഈശോ, തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. കഴുകണമേ ഈശോ, തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. പരാത്മാവാൻ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. തിരുരക്തത്താൽ കഴുകണമേ ഈശോ, തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. ഈശോയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. ഈ നൊവേനയിൽ ഇന്ന് പങ്കെടുത്ത എല്ലാവരെയും ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധിക്കുന്നു ഈശോയെ, നന്ദി പറയുന്നു ഈശോയെ. കുടുംബങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പരിശുദ്ധാത്മാവിൽ എല്ലാ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് നമ്മളെ സമർപ്പിക്കാം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാളെയും ധ്യാനത്തിൻ്റെ 2-ാം ദിവസമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി 6 മണി തൊട്ട് രാത്രി 12 മണി വരെ ജപമാല നടക്കുകയാണ്. സൂമിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. കയറാൻ പറ്റുന്നവരെല്ലാം കയറി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.